കുട്ടികൾ ലേണിംഗ് പ്രഷർ അനുഭവിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവയുടെ കാരണങ്ങളെന്നറിയാമോ? പരീക്ഷകൾ, അസൈൻമെന്റുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾ, അധ്യാപകരുടെ നിർബന്ധങ്ങൾ, കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ എന്നിവയൊക്കെ ചേർന്ന് പഠനത്തെ ഒരു ഭാരം പോലെ തോന്നിപ്പിക്കാറുണ്ട്. ഇവിടെയാണ് കുട്ടികൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും പഠനത്തിൽ താല്പര്യം കുറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല മാർക്ക് നേടണമെന്നുള്ള ആഗ്രഹത്തോടൊപ്പം തന്നെ പഠന സമ്മർദ്ദവും അവരെ വലയ്ക്കുന്നത്. ഇത് പലപ്പോഴും കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും സമ്പൂർണ്ണ ജീവിത ഗുണത്തെയും വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പഠനത്തിൽ സമ്മർദ്ദം അനുഭവപ്പെടാതെ മനസ്സമാധാനത്തോടെയും ആവേശത്തോടെയും ചെയ്യാൻ ചില എളുപ്പവഴികൾ നോക്കിയാലോ? സമയ സംവിധാനം ശരിയായി പാലിക്കുക. അതായത് പഠന സമയത്തെ ചെറിയ ചെറിയ സെഷനുകളാക്കി ഒരേ സമയം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ഒരു രീതിയിലേക്ക് പഠനത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് സമ്മർദ്ദം കൂടാനുള്ള കാരണമായി മാറിയേക്കാം. അതുപോലെ തന്നെ ശരിയായ വിശ്രമം ഉറപ്പാക്കുക. നല്ല ഉറക്കം, നല്ല എക്സസൈസ്, ആരോഗ്യകരമായ ഭക്ഷണം ഇവയെല്ലാം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കുക എന്നുള്ളത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുട്ടികൾ ലോ ആണ് അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് അവനിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ അവനെ ഒരു കൗൺസിലിങ്ങിന് വിധേയനാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പഠനത്തിലോ ജീവിതത്തിലോ ഒക്കെ അനുഭവിക്കുന്ന ചെറിയ ചെറിയ സമ്മർദ്ദങ്ങളാവാം ഭാവിയിൽ അവനെ വലിയ ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നത്. സമ്മർദ്ദം ഒഴിവാക്കൂ. മനസ്സിനും ശരീരത്തിനും അനുയോജ്യമായ രീതിയിൽ പഠനത്തിന്റെ സന്തോഷം നമുക്ക് തിരിച്ചു പിടിക്കാം. ഹാപ്പി ഡേ.